ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുടെ ബ്രസീലിയൻ ക്ലബ്ബായ സാന്റോസ് മോശം പ്രകടനമാണ് ഇപ്പോൾ നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ കളിച്ച മത്സരത്തിൽ എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് വാസ്കോഡ ഗാമയോട് അവർ പരാജയപ്പെട്ടത്. ഇതോടുകൂടി ആരാധകർ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. പരിശീലകനായ ക്ലബർ സേവിയറെ അവർ പുറത്താക്കിയിരുന്നു. ഇനിയിപ്പോൾ മറ്റൊരു പരിശീലകനെ സാന്റോസിന് ആവശ്യമുണ്ട്. അർജന്റീൻ പരിശീലകനായ ജോർഹെ സാമ്പോളിക്ക് വേണ്ടി അവർ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ടിറ്റയെ കൂടി അവരിപ്പോൾ പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ഇതിലെ പുതിയ അപ്ഡേറ്റുകൾ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അംഗീകരിക്കുന്നത് വരെ സാമ്പോളിയെ പരിശീലകനാക്കാൻ ഇപ്പോൾ സാന്റോസ് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഗ്ലോബോ പറഞ്ഞു വെക്കുന്നത്. അതായത് ചില താരങ്ങളെ കൊണ്ടുവന്നാൽ മാത്രമേ സാന്റോസിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുകയുള്ളൂ എന്ന് സാമ്പോളി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ആവശ്യപ്പെട്ട താരങ്ങളെ കൊണ്ടുവരാൻ സാന്റോസിന് കഴിയില്ല. അത് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശീലകനുമായി അവർ അഗ്രിമെന്റിൽ എത്തിയിട്ടില്ല. നിലവിൽ മറ്റേത് പരിശീലകനുമായും സാന്റോസ് അഗ്രിമെന്റിൽ എത്തിയിട്ടില്ല എന്ന കാര്യം ഗ്ലോബോ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഇടക്കാല പരിശീലകനെ സാന്റോസ് ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, പ്രശസ്ത ബ്രസീലിയൻ പരിശീലകനായ ടിറ്റയുടെ മകനാണ്. അതായത് ടിറ്റയുടെ മകനായ മാത്യൂസ് ബാച്ചിയാണ് സാന്റോസിന്റെ ഇടക്കാല പരിശീലകനായി കൊണ്ട് നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ക്ലബർ സേവിയറുടെ അസിസ്റ്റന്റ് പരിശീലകനായിരുന്നു മാത്യൂസ് ബാച്ചി. ബാഹ്യക്കെതിരെയുള്ള മത്സരത്തിന്റെ തയ്യാറെടുപ്പുകൾ ഇദ്ദേഹത്തിന് കീഴിലാണ് സാന്റോസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു മുഖ്യ പരിശീലകനെ നിയമിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ സാന്റോസ് ഉള്ളത് എന്നാണ് ഗ്ലോബോ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും സാന്റോസിന് ഒരു മികച്ച തിരിച്ചുവരവ് അനിവാര്യമാണ്. അതിന് മികച്ച ഒരു പരിശീലകനെ അനിവാര്യമാണ്. ഏത് പരിശീലകനായിരിക്കും വരിക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.